keeping you guys? I'm kinda bored here. Hello? Can't you hear me? It's me, Mia. Hello? Oof. Yeah, it's Mia here. Oof. My phone get crashed and now I'm using my mom's mobile. Hello? Neha? Hello? Oof. Crap. മിയ എന്ന പെൺകുട്ടിയുടെ ഫേസ്ബുക്കിൽ പലതവണ റിക്വസ്റ്റ് നൽകിയിട്ടും ഇഗ്നോർ ചെയ്യപ്പെട്ട ജോൺ ഒടുവിൽ അവളെ കാണാനായി റെസ്റ്റോറൻറ്റിലെത്തുന്നു. റെസ്റ്റോറൻറ്റിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മിയയും ജോണും പരിചിതരാകുന്നു. Who are you? I'm John. Hello, Mia. Yeah. Tried to call you a couple of times, dear, but couldn't get you through. Wanna tell you something came in the morning, and I had to go shopping with my mom and couldn't bail out. I'm so sorry, sweetie. If you're bored, then come on, let's talk. No. That's okay. I know you're busy, right? No probs. We can talk. Actually, I'm kinda bored too. Oof, no. I'm telling you, City. It's all right. You carry on with your mom. താൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്ന മിയയോട് ഇത് അപകടത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ജോൺ പറയുന്നു. എന്നാൽ ഇത് മിയയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അടുത്ത 5 കൊല്ലത്തേക്ക് ലൈഫും തേഞ്ഞല്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തില് തനിക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് എന്ന് വെച്ചാൽ ഫാഷൻ ഡിസൈനിങ്ങോ മറ്റേ ആയിരിക്കും സ്യൂട്ട് ആവുക. Yeah, you said it. I love to be a fashion designer. I was born intelligent, but education, it will screw me. സ്ക്രൂ മൊത്തത്തിൽ പണിയാ. Are you an engineering student? താനും കോമൺ സെൻസ് പറഞ്ഞു തുടങ്ങിയോ? ഇരുവരുടെ കണ്ടുമുട്ടലും തുടർന്നുള്ള സംഭവവികാസങ്ങളുമാണ് ഈ 17 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം പറയുന്നത്. 2 കഥാപാത്രമുള്ള ചിത്രം ഒറ്റ ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഷൂട്ട് ചെയ്ത ചിത്രം യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്തു. പെൺകുട്ടികൾ ചൂടാകുമ്പോൾ എന്തിനാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്ന തലക്കെട്ടോടെയാണ് ദ ഫോളോവർ വന്നത്. കിട്ടുമ്പോ അറിയിക്കണം, ഞാനും തന്റെ കൂടെ കൂടണം. Even I can do something creative for you. Then it will be more freak, more stylish, more yo-yo, more. അപ്പൊ സ്റ്റഡി സക്സസ് തുടക്കം മാത്രമാണല്ലേ? ആളൊരു പുള്ളിപ്പുലിയാണല്ലേ? ദ ഫോളോവർ എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ സംവിധായികയും അഭിനേതാവുമായ ഡോക്ടർ ഗൗരി ലക്ഷ്മി ലോഗനിൽ അതിഥിയായി ചേരുന്നു. ഗൗരി, ലോഗനിലേക്ക് സ്വാഗതം. Thank you. ഒരു ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണെന്ന് അറിഞ്ഞു. എന്തുകൊണ്ടാണ് വിഷ്വൽ മീഡിയയിലേക്ക് ഒരു താല്പര്യം വന്നത്? എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്, ദ ഫോളോവറിലേക്ക്? ആയുർവേദ ഡോക്ടറായിരുന്നിട്ടും ശരിക്കും മീഡിയ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ ഫോളോവറിൽ എത്തിച്ചേരുന്നത് ശരിക്കും ഫോളോവറിന് എൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ്. ആദ്യം ചെയ്തത് ജയഹേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമായിരുന്നു 2012. അതിന് 2-3 അവാർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അതിന് യൂട്യൂബിൽ അധികം വ്യൂവേഴ്സ് ഇല്ല. യൂട്യൂബിൽ എന്ന് പറയാൻ കാരണം ഷോർട്ട് ഫിലിംസിന് കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ മാത്രമാണ്. അല്ലാതെ ചാനലുകളൊന്നും എനിക്ക് തോന്നുന്നു അത്ര കണ്ട് ഈ ഷോർട്ട് ഫിലിംസിനെ പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള എക്സ്പെരിമെൻ്റൽ ഡയറക്ടേഴ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ ഈ ജയഹേ അധികം വ്യൂവേഴ്സ് കിട്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഡെസ്പറേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് രണ്ടാമത് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം എൻ്റെ ഹ്രസ്വചിത്രം ആളുകൾ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകും എന്ന് വിചാരിച്ചു. അപ്പോൾ യൂട്യൂബിലേക്ക് എത്തിച്ചേരാനുള്ളൊരു മേജർ സോഴ്സ് ഫേസ്ബുക്ക് ആയതുകൊണ്ട് ഫേസ്ബുക്കും കൂടെ ഒരു കഥാപാത്രമായാൽ എന്ത് എന്ന് തോന്നി. അപ്പോൾ ഫേസ്ബുക്കിൽ ശ്രദ്ധിക്കേണ്ട അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. യൂട്യൂബാണ് സാധ്യത, പുതിയ ജനറേഷൻ്റെ സാധ്യത.
ഫേസ്ബുക്ക് മറ്റൊരു സാധ്യത. പക്ഷേ യൂട്യൂബിൽ ഒരു ചിത്രം വരുമ്പോൾ, ഫേസ്ബുക്കിനെ കുറിച്ച് വരുമ്പോൾ അതിൻ്റെ കണ്ടന്റിൽ ഒരു പക്ഷേ അതൊരു ആൻറ്റി ഫേസ്ബുക്ക് ചിത്രമായി മാറുന്നുണ്ടോ? ആൻറ്റി ഫേസ്ബുക്ക് അല്ലല്ലോ. കാരണം ഫേസ്ബുക്കിലെ ഒരു നല്ല സൗഹൃദത്തിൽ വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയോട് വിരോധമില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ പ്രശ്നങ്ങളായിട്ട് വന്നേക്കാം. അതിനെക്കുറിച്ചൊരു വാർണിംഗ് കൊടുത്തുകൊണ്ട് അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ മറ്റ് സാങ്കേതിക ഘടകങ്ങൾ ആരൊക്കെയാണ് ചെയ്തത്? കൂട്ടുകാർ തന്നെയാണോ, അതോ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ രീതിയിൽ ചില കൂട്ടായ്മകളാണ് ഓരോ ചിത്രങ്ങളുടെ പിന്നിലും പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് ചോദിച്ചാൽ. അതെ, അതിലൊരു കൂട്ടായ്മയും ഉണ്ടായിരുന്നു. എന്നാൽ പ്രൊഫഷണൽസും അതിൽ വർക്ക് ചെയ്തിരുന്നു. ക്യാമറ ചെയ്തിരുന്നത് പ്രശാന്ത് കൃഷ്ണയാണ്. പുള്ളി അന്നും ഇന്നും എന്നും എന്ന സിനിമയും ഇപ്പോൾ ബണ്ടി ചോർ എന്ന ചിത്രമെല്ലാം ക്യാമറ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ തന്നെയാണ്. മാത്രമല്ല ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ തന്നെ അഭിനയിക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു മേജർ ഡിഫിക്കൽട്ടി, പ്രശാന്തിനെ പോലുള്ള വളരെ കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആക്കി. ബാക്കി ജാങ്കോ എന്ന് പറഞ്ഞ കഥാപാത്രം എൻ്റെ സുഹൃത്താണ്. സുഹൃത്ത് മീൻസ് എൻ്റെ നെയ്ബറാണ്. ബാക്കി അതിൻ്റെ പ്രൊഡക്ഷൻ വശങ്ങളെല്ലാം വളരെ ബഡ്ജറ്റിൽ വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് ശരിക്കും അരവിന്ദിൻ്റെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് 3-4 ഫ്രണ്ട്സും കൂടെ ഞങ്ങളുടെ കൂടെ കൂടി. അങ്ങനെ ആ ഒരു ടീം വർക്ക്. പിന്നെ അത് കണ്ടാൽ അറിയാം, ആകെ 2 കഥാപാത്രം, പിന്നെ ഈ 3-4 സുഹൃത്തുക്കൾ, പിന്നെ ഒരു ക്യാമറാമാൻ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുള്ളൂ. സോ മിതമായ ബഡ്ജറ്റ്, വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റ്, എന്നാൽ അതിലൊരു മെസ്സേജ് കൺവേ ചെയ്യണം. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാവും. സോ അങ്ങനെ മെസ്സേജ് കൺവേ ചെയ്തുകൊണ്ടുള്ള ഒരു തീർച്ചയായും ആ മെസ്സേജ് കൺവേ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ, ഒരു സോക്കോൾ ന്യൂ ജനറേഷൻ സിനിമയുടെ കാലമാണ്. യൂട്യൂബിൽ മാത്രമല്ല, നമ്മുടെ മെയിൻ സ്ട്രീമിൽ തന്നെ, അല്ലെങ്കിൽ മുഖ്യധാര സിനിമയിൽ തന്നെ. എന്നാൽ ഈ ചില ഘടകങ്ങളുണ്ട് പൊതുവായി ന്യൂ ജനറേഷൻ എന്ന കാറ്റഗറിയിലേക്ക്, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന ഡെഫിനേഷന് കിട്ടാൻ വേണ്ടിയിട്ട് ചില ചേരുവകൾ വരുന്നുണ്ടോ? അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇത്തരം ഘടകങ്ങൾ ചേർന്ന ഒരു പ്രമേയം മാത്രമേ ന്യൂ ജനറേഷൻ ആകുന്നുള്ളൂ. എന്താണ് പിന്നെ ഗൗരിയുടെ ഒരു കൺസെപ്റ്റ് ന്യൂ ജനറേഷൻ സിനിമകളെ പറ്റി? എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴത്തെ കഥ പറയുമ്പോൾ അത് ഇപ്പോൾ നമ്മളോട് എന്തൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളൊരു റിയാലിറ്റി ഞാൻ അതിൽ വരുത്തണം. അല്ലാതെ 10-20 വർഷത്തിന് മുമ്പേ പോകുന്ന ഒരു ആ ഒരു കൾച്ചർ ഇപ്പം അഡോപ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നും. അത് ആളുകൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് സോ ഞാനിപ്പം ക്യാമ്പസ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളാണ്. സോ ആ ഒരു ഇത് നോക്കുമ്പം ഇന്നത്തെ യുവജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് അഡിക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ഉണ്ട്. അല്ലാതെ എനിക്ക് എടുക്കാൻ തോന്നിയ ഒരു വിഷയം ഇതാണ്. തീർച്ചയായും ഫേസ്ബുക്കിൽ ഓരോ നിമിഷവും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന കഥാപാത്രമാണ് മിയ എന്ന കഥാപാത്രം. ഗൗരി തന്നെയാണ് ചെയ്തത്. അതെ. താങ്കൾ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ഓരോ നിമിഷവും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്? ഞാൻ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഫേസ്ബുക്ക് നോക്കാറുണ്ട്. പക്ഷേ സജീവമായിട്ട് എൻ്റെ സ്വകാര്യതകൾ ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെക്കാറില്ല. ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് വന്നതും എപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, എടാ അത് ഭയങ്കര അപകടമല്ലേ, ഈ പെൺകുട്ടികൾ എന്ത് കണ്ടിട്ടാണ് ഇത് ഇത്രയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ക്രിട്ടിസൈസ് ഉണ്ടായിരുന്നു. ഇതെന്താണ്, ഒരു സ്ത്രീ വിരുദ്ധതയാണോ? തീർച്ചയായും ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. സ്ത്രീ വിരുദ്ധത എന്ന് തോന്നിക്കാവുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അതിൽ വരുന്നുണ്ട്. അതിൽ മെയിൽ ക്യാരക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, പെണ്ണാണ്. അത്തരത്തിലുള്ള ഘടകങ്ങൾ ഒരുപക്ഷെ അതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള റീഡിംഗ് ഉണ്ടാവില്ലേ? ഒരു സ്ത്രീ തന്നെ സ്ത്രീ വിരുദ്ധ സിനിമ ചെയ്യുന്നു എന്ന തരത്തിൽ അത്തരത്തിലൊന്നും എന്തെങ്കിലും ആക്ഷേപങ്ങൾ കേട്ടിരുന്നോ? ഇപ്പോൾ പറഞ്ഞു വന്നത് അല്ല, മെജോറിറ്റി എനിക്ക് കേട്ടിരുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള ചോദ്യങ്ങളും വന്നിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഞാൻ അടക്കമുള്ള എല്ലാ സ്ത്രീകളും എനിക്ക് തോന്നുന്നു രാത്രിയാണെങ്കിൽ രാത്രി 12 മണിക്കും 2 മണിക്കും 3 മണിക്കും എല്ലാം ഇറങ്ങി നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഓക്കെ, പക്ഷേ അങ്ങനെ ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അർദ്ധരാത്രി ആ സമയത്ത് പോയ ഡൽഹിയിലെ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു?
ഇവിടെ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ അങ്ങനെ ഒരു സൊസൈറ്റി ആണോ നമുക്ക്? സൊസൈറ്റി നമുക്ക് എന്താണ് അതായത് യാഥാർത്ഥ്യങ്ങൾക്ക് ഇപ്പോഴത്തെ റിയാലിറ്റിക്ക് അനുസരിച്ചുള്ള ചില മുൻകരുതലുകൾ അതൊരു എടുക്കണം. റിയാലിറ്റിയാണ്. നമ്മൾ അത്തരത്തിലുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ ഒരു കഥയെ പറയാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞനിയത്തിമാർക്ക് നൽകുന്ന സന്ദേശം, അവർ എന്താ പറയുക, എൻജോയ് യുവർ ഫ്രീഡം വിത്തൗട്ട് കെയർലെസ്നെസ്. അതാണ് ഞാൻ ആ ഡയലോഗ് വെച്ചേക്കുന്നത്. അല്ല ഫ്രീഡം പാടില്ല എന്നല്ല, ഞാനടക്കം ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ചില കുരുക്കുകൾ, ചില അപകടങ്ങൾ അതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയാണ്. അതിൽ ആ ഒരു ഒഴുക്കിൻ്റെ താളത്തിലേ പോകാൻ പറ്റുള്ളൂ. ഏതായാലും പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു ക്യാച്ച് വേർഡായി നൽകിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ ഗൗരി ഇംഗ്ലീഷാണോ സംസാരിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷ് അല്ലെങ്കിലും ഞാനത് മനസ്സിലാക്കാൻ ഞാൻ ചിന്തിച്ച വശം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എന്നുവെച്ചാൽ ആണുങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് എന്താ പറയുക, അവർ മലയാളത്തിൽ കൺവേ ചെയ്യുമ്പോൾ ചില അസഭ്യ വാക്കുകൾ ഒരു പക്ഷേ നമുക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോഴേക്കും സ്പോണ്ടേനിയസ് ആയിട്ട് വീണു പോകും. പക്ഷേ സ്ത്രീകൾ കുറച്ചും കൂടെ അവരുടെ ഒരു കൾച്ചർ സൈഡ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സഭ്യത കീപ്പ് ചെയ്യാനായിട്ട് അവർ ചിലപ്പോൾ ഒരു ഇംഗ്ലീഷിൽ പിടിച്ച് നിൽക്കാൻ തോന്നും. ഞാൻ മനസ്സിലാക്കിയിരുന്ന പെൺകുട്ടികളെല്ലാം പൊതുവെ വളരെ സോഫ്റ്റായിട്ട് ജീവിക്കാനും സോഫ്റ്റായിട്ട് പെരുമാറാനും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റിനുമുള്ള ആളുകൾ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. സോഷ്യൽ എറ്റിക്കറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ എടുക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഇംഗ്ലീഷ് എന്നത്. ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ജാട, അഹങ്കാരം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതെല്ലാം ഒരു കവചമാണ്. സ്ട്രേഞ്ചേഴ്സ് ഒരു പെൺകുട്ടിയെ വളരെ ഈസി ആയിട്ട് അടുക്കാതിരിക്കാൻ വേണ്ടി. ഇവിടെ മിയെ കണ്ടാലും ഒറ്റ നോട്ടത്തിൽ ജാടക്കാരിയാണെന്ന് തോന്നും. എന്തിനാണ് അവൾ അങ്ങനെ തോന്നിക്കുന്നത്? തോന്നിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഒരു പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ പ്രശ്നങ്ങളുണ്ട്. വളരെ രസകരമായ ചില റീഡിങ്സ് ആണത്. ഏതായാലും ഇനിയും ഈ മേഖലയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കരിയർ എവിടെയായിരിക്കും? വൈദ്യശാസ്ത്രത്തിലായിരിക്കുമോ, സിനിമയിലായിരിക്കുമോ ഒരു 10 വർഷത്തിന് ശേഷം ഗൗരിയെ കാണുമ്പോൾ? തീർച്ചയായിട്ടും എനിക്ക് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ്. കാരണം ഞാനൊരു ആയുർവേദ പാരമ്പര്യ കുടുംബത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ അച്ഛൻ്റെ ബ്രദേഴ്സ്, എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് രണ്ടുപേരും, പിന്നെ എൻ്റെ കസിൻസ്, അങ്ങനെയെല്ലാം അവരെല്ലാം ആയുർവേദത്തിലായതുകൊണ്ട് എനിക്കും ആ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യണം. എൻ്റെ അച്ഛൻ്റെ പേര് ഡോക്ടർ പി കെ മോഹൻലാൽ. സോ അദ്ദേഹം ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ആ ഒരു ട്രാക്കിലെല്ലാം പോകുമ്പം എന്താ പറയുക, ഞാൻ അതിൽ തന്നെ എത്തിച്ചേരണം എന്നാണ് ഫാമിലിയും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആയുർവേദം ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ശോഭിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പാഷനായി കാണുന്ന ഒരു ട്രാക്കിലേക്ക് ഞാൻ തിരിഞ്ഞ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഏതായാലും ഗൗരിയുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ലോഗിനിൽ അതിഥിയായി പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ യൂട്യൂബിൽ ഈ ചിത്രം ഇതുവരെ ഏകദേശം 1.5 ലക്ഷത്തോളം പേർ കണ്ടിട്ടുണ്ട്. ഇത് ഇനിയും ഒരുപക്ഷെ ഗണ്ണം സ്റ്റൈൽ പോലെ തന്നെ വളരെയധികം ഹിറ്റാവട്ടെ, ലോകപ്രശസ്തമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.